തക്കാളി വളർത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തക്കാളി തന്നെത്താനെ എൻ്റെ റോസാ ചട്ടിയിലുണ്ടായതാണ്. റോസിന് ഞാൻ നന്നായിട്ട് കാൽഷ്യമൊക്കെ കൊടുത്ത് വളർത്തുന്നതായതുകൊണ്ട് തന്നെ ഈ തക്കാളിക്ക് സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അത്രയും നല്ല സ്ട്രെങ്ത് ഉള്ള തണ്ടാണ് ഇതിനുള്ളത്. അതുകൂടാതെ ഇതിലൊരു സക്കർ വന്നിട്ടുണ്ട്. തൽക്കാലം ഞാനിപ്പം ചൂടായതുകൊണ്ട് ആ സക്കർ ഞാൻ പറിച്ച് മാറ്റിയിട്ടില്ല. ഇല്ലെങ്കിൽ സക്കർ നമുക്ക് അതിൽ നിന്ന് പറിച്ച് വേറെ പുതിയ ചെടിയാക്കി മാറ്റാം. ആക്ച്വലി സക്കർ എന്ന് പറയുന്നത് ഒരു ചെടിയുടെ ഉള്ളിൽ കൂടി വേറൊരു ചെടി വളരുന്നതിനാണ് ആ സക്കർ എന്ന് പറയുന്നത്. ഇത് അതേപോലെ തന്നെ വേറൊരു തക്കാളി ചെടി തന്നെ താഴെ വളർന്നു വന്നതാണ്. ഇതിലാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഗോതമ്പ് പൊടി വെള്ളമില്ലേ അത് കലക്കി ഒഴിച്ചത്. മണ്ണിന് നല്ല കറുപ്പ് കളറും നല്ല നല്ല എയറേഷനുള്ള മണ്ണുമായിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം നമ്മളൊരു മുട്ടത്തൊണ്ട് പൊടിച്ചുണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ, കാൽഷ്യം സൊല്യൂഷൻ ഇതിലും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ തക്കാളി തണ്ടിനും സ്ട്രെങ്ത് ഉണ്ട്. അത് ഒഴിക്കാത്ത ഒരു തക്കാളി ചെടികളാണ്. ഇതിൽ നമ്മൾ വള്ളി കെട്ടിയിട്ടാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ട്. ഇതിന് കാൽഷ്യം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. വളർത്തി തുടങ്ങുമ്പോൾ തന്നെ ആ മുട്ടത്തൊണ്ട് വിനീഗറിൽ ഇതാക്കിയ സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിന് നല്ല സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഈ തക്കാളിയിൽ ഞാൻ എല്ലാ ഇലയും ചിത്രകീടം വന്ന കാരണം കൊണ്ട് മുറിച്ച് കളഞ്ഞാണ്. പക്ഷെ അത് തെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഫുഡ് പ്രൊഡക്ഷൻ നടക്കാതെ ആയപ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രെങ്ത്തിന് വളരെ കുറവ് വന്നു. ഇതാണ് ചിത്രകീടത്തിൻ്റെ അറ്റാക്ക്. ഇതിലൊരു ചിത്രം, ഇലയിലൊരു ചിത്രം വരച്ചതുപോലെ. ആദ്യം ഞാൻ ആ ഇലകളൊക്കെ വെട്ടിക്കളയായിരുന്നു, ചെടിക്ക് ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മൾ മരുന്ന് അടിച്ചു കൊടുത്താൽ മതി. മരുന്ന് പറഞ്ഞാൽ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുത്താൽ മതി. അതായത് ചാരം വെള്ളത്തിൽ കലക്കിയത് 48 മണിക്കൂർ വെച്ചിട്ട് അത് തളിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ തക്കാളി ചെടി വളർത്തുമ്പോൾ മണ്ണ് എപ്പോഴും മോയിസ്റ്റ് ആയിരിക്കണം, എന്നാലേ ഗ്രോത്ത് നല്ലോണം ഉണ്ടാവുള്ളൂ. എന്നാൽ ഓവർ വാട്ടറിയും ആവരുത്. ഇത് സക്കറാണ്. ഈ സക്കർ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടുന്ന് നമുക്ക് പറിച്ചിട്ട് വേറെ പുതിയ ചെടിയായിട്ട് അത് എടുക്കാം. പക്ഷെ ഇതിപ്പോൾ ഞാൻ തൽക്കാലം പറിക്കാനുള്ള ചൂടായത് കാരണം ഒരു തണലിന് വേണ്ടി അത് നല്ലതായിരിക്കും. ഈ സക്കറിൻ്റെ മുകളിൽ കൂടി ഒരു സക്കറ്, അതായത് ഒരു സക്കറിൻ്റെ ഉള്ളിൽ കൂടി പിന്നെയും ചെടി വളരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതെ നോക്കണം. ഇത് ഒരു സക്കറാണെന്നുണ്ടെങ്കിലും പക്ഷേ ഈ ചെടിക്ക് അത് 2 തല പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് അധികം ബുദ്ധിമുട്ട് ഈ ചെടിക്ക് ഉണ്ടാക്കില്ല. നമുക്ക് ഫ്രൂട്ട്സ് പ്രൊഡക്ഷന് നല്ലതുമാണ്. അതുകൊണ്ട് ആ ഈ ചെടിക്കും ഞാൻ ആ 2 തല മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. 2 ചെടിയുടെ ഒരു ഗുണം കിട്ടും. പ്രൊഡക്ഷൻ ഇച്ചിരി കൂടുതലായിരിക്കും. അധികം സക്കേഴ്സ് വെക്കാതിരുന്നാൽ മതി. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് സക്കേഴ്സ് ഇച്ചിരിയൊക്കെ സക്കേഴ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫ്രൂട്ടിനൊരു കവറേജ് പോലെ കിട്ടും. അതായത് സൺലൈറ്റ് അധികം ആ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ തട്ടാതിരിക്കാൻ. ഇത് നേരത്തെ കാണിച്ച ആ ഇല വെട്ടിക്കളഞ്ഞതാണ്. പക്ഷെ അതിൽ സക്കർ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് അവിടെ പുതിയ ചെടിയായിട്ട് നമുക്ക് ആ ചെടിയിൽ തന്നെ വന്നോളും. പ്രൊഡക്ഷൻ ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു.